കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി MV ജയരാജൻ 3 സെറ്റ് പത്രികകളാണ് നൽകിയത്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തി കോൾടാക്സിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഭരണഘടനയുടെ ആമുഖം വായിച്ചതിനു ശേഷമാണ് കളക്ടറേറ്റിലേക്ക് എത്തിയത്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ചിന്ത. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയുള്ള TV രാജേഷ്, PK ശ്രീമതി, മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർക്കൊപ്പമാണ് MV ജയരാജൻ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. ഡമ്മി സ്ഥാനാർത്ഥിയായി N ചന്ദ്രനും പത്രിക നൽകി. MV ജയരാജൻ എന്ന ഞാൻ ലോകസഭയിലെ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായി വിശ്വാസവും കൂറും പുലർത്തുമെന്നും. UDF സ്ഥാനാർത്ഥി K സുധാകരൻ 4 സെറ്റ് നാമനിർദ്ദേശ പത്രികയാണ് നൽകിയത്. ഡമ്മി സ്ഥാനാർത്ഥിയായി ചന്ദ്രൻ തില്ലങ്കേരിയും പത്രിക സമർപ്പിച്ചു. DCC ഓഫീസിൽ നിന്നും UDF പ്രവർത്തകരോടൊപ്പം പ്രകടനമായാണ് K സുധാകരൻ പത്രികാ സമർപ്പണത്തിനായി എത്തിയത്. MLA സണ്ണി ജോസഫ്, DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, സോണി സെബാസ്റ്റ്യൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായി വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൈവത്തിന്റെ പേരിൽ സത്യം ചെയ്യുന്നു. NDA സ്ഥാനാർത്ഥി C രഘുനാഥും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 2 സെറ്റ് പത്രികയാണ് നൽകിയത്. BJP നേതാക്കളായ അബ്ദുള്ളക്കുട്ടി, K രഞ്ജിത്ത് തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. സി മലയാളം ന്യൂസ്, കണ്ണൂർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.